ഗൈസ്, തുടക്കം മുതൽ ഒടുക്കം വരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്ലഡി റൊമാൻറ്റിക് സയൻസ് ഫിക്ഷൻ ത്രില്ലർ, കൂടെ കുറച്ച് ബ്ലാക്ക് കോമഡിയും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ AI തീമിലുള്ള കഥയിലേക്ക് നമുക്ക് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൂടെ കിടക്കാം. നല്ല കളർഫുള്ളായ ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ഷോപ്പിംഗ് നടത്തി വരുന്ന ഒരു വെളുത്ത പെൺകുട്ടി ഐറിസ്. ആ ഐറിസ് അല്ല, ഇത് വേറെ ഐറിസ്. ഒരു ക്യൂരിയോസിറ്റിയോടെ അവളെ ഇടകണ്ണുകളാൽ നോക്കുന്ന പയ്യൻ ജോഷ്. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഐറിസിൻ്റെ വോയിസ് ഓവറിലാണ് കേട്ടോ. ആ ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം മോസ്റ്റ് ഓഫ് ദ ടൈം ഇരുണ്ട കാർമികങ്ങൾക്കിടയിലൂടെ ഒരു ഗുണവും ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കുന്നവരാണ്. ലോകത്തെ നോക്കി കാണുന്നെങ്കിലും അതൊരു യഥാർത്ഥ കാഴ്ചയല്ല. അതെല്ലാം സുഖമായി തോന്നുന്നൊരു സമയമുണ്ട്. ഈ കാർമികങ്ങളെല്ലാം നീങ്ങി വെളിച്ചം വന്ന് ലോകം എന്താണെന്നറിയുന്ന, ജീവിതത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം. ഒരാമുഖ സംഭാഷണത്തിനു വേണ്ടി ഷൈയായി ഓറഞ്ച് എടുത്ത് ചമ്മി നിന്ന് ചിരിക്കുന്ന ജോഷുമായി ഒറ്റ നോട്ടത്തിൽ തന്നെ സ്നേഹമുണ്ടാകുമ്പോൾ ഐറിസിന് ജീവിതത്തിലെ ആ പറഞ്ഞ പർപ്പസ് ഉണ്ടായത് രണ്ട് സമയത്താണ്. ഒന്ന് ഈ ജോഷിനെ കണ്ടുമുട്ടിയപ്പോഴും, പിന്നെ ഇവനെ കൊന്നപ്പോഴും. അപ്പോൾ ഈ ഫസ്റ്റ് സൈഡ് ലവിന് പിന്നിൽ ഒരു ട്രാജഡി മടക്കുമ്പോൾ അതെന്താണെന്നറിയണ്ടേ? നമുക്ക് നോക്കാം. ഇരുവരും ഇപ്പോൾ മാസങ്ങളായി പ്ലാൻ ചെയ്തിരുന്ന ഒരു ലോങ് റൊമാൻറ്റിക് ട്രിപ്പിന് പോവുകയാണ്. ജോഷിൻ്റെ കൂട്ടുകാരി കാറ്റിൻ്റെ കാടിനുള്ളിലെ ഒരു ക്യാബിൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വീട്. അങ്ങോട്ടേക്ക് ഇരുവരുടെയും പ്രണയം തുളുമ്പുന്നൊരു യാത്ര. GPS-ൽ പോലും കാണിക്കാത്ത ഏതു വഴിയാണ് എന്ന് ഐറിസ് ചോദിക്കുമ്പോഴേക്കും ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓട്ടോമാറ്റിക് സംവിധാനമൊക്കെയുള്ള ജോഷിൻ്റെ അഡ്വാൻസ്ഡ് കാറിനോട് സേഫായി എത്തിച്ചതിൽ നന്ദി പറഞ്ഞ് ലഗേജുമായി ഇറങ്ങി വലിയ വീട് കണ്ട് നടക്കുമ്പോൾ, എന്നാൽ ഐറിസിന് ചെറിയ ടെൻഷനുണ്ട്. അവൾ അവിടെ നിൽക്കുമ്പോൾ ജോഷ് ഇത് കണ്ട്, നിനക്കറിയാലോ എന്നോട് കള്ളം പറയാൻ പറ്റില്ലെന്ന്, പറ എന്താ കാര്യം എന്ന് തിരക്കുമ്പോൾ, കാറ്റ് ഉൾപ്പെടെയുള്ള ജോഷിൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പരിഭവിക്കുന്ന ഐറിസിനോട്, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, വെറുതെ ഇങ്ങനെ ചിന്തിച്ച് നല്ല സമയം പാഴാക്കാതെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ബാ ചക്കരയെന്ന് പറഞ്ഞ് സെറ്റാക്കി അവർ വീട്ടിലേക്ക് കയറുവാണ്. ഐറിസിൻ്റെ മൈൻഡിന് വിപരീതമായി നല്ല ഫൈൻ വെൽക്കമൊക്കെ കാറ്റ് നൽകി അകത്തുള്ള മറ്റു കൂട്ടരെയും പരിചയപ്പെടുന്നു. ഏലയും അവൻ്റെ പങ്കാളി പാട്രിക്കും. അതെ, അവർ ഗേ കപ്പിൾസാണ്. പിന്നെ സെർഗേ ആള് റഷ്യനാണ്. നമ്മൾ മുമ്പ് കണ്ട നൊസ്ഫെറാറ്റുവിനെ പോലുള്ള ആക്സെൻറ്റിൽ സംസാരിക്കുന്ന ഇവൻ്റേതാണ് സത്യത്തിൽ ഈ കാണുന്ന വലിയ ലേക്ക് ഹൗസ്. ആള് സമ്പന്നനാണ്, പ്ലസ് കാറ്റിൻ്റെ ബോയ്ഫ്രണ്ടും. എല്ലാവരെയും സന്തോഷത്തോടെ പരിചയപ്പെടുന്ന ഐറിസിനെ കണ്ട് ഇതിനെപ്പറ്റി കുറെ കേട്ടിരിക്കുന്നുവെന്നും ഐറിസിനെ നോക്കി പറഞ്ഞ് സെർഗേ, നമുക്ക് ഓരോന്ന് പിടിപ്പിച്ചാലെന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ വന്നതല്ലേ ഉള്ളൂ, ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ എന്ന് ഐറിസ് അവർക്ക് സെറ്റാക്കിയിട്ടുള്ള റൂമിലെത്തി ബാണ്ടക്കെട്ടൊക്കെ അഴിച്ച് കുളിച്ച് റെഡിയായി. അങ്ങനെ ചിറ്റ് ചാറ്റ് ടൈം. ഗേ കപ്പിൾസിൻ്റെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ കുറിച്ച് അയവിറക്കുന്ന പാട്രിക്കിന് എന്നാൽ അത് കുറച്ച് പൈങ്കിളിയാണോ എന്നൊരു ചമ്മലുണ്ട്. ഒരു ഫംഗ്ഷന് വെച്ച് ഡ്രാക്കുളയുടെ പോലെ ഒരു ഡ്രസ്സ് ധരിച്ചിരുന്ന പാട്രിക് ഫുഡ് ടേബിളിനടുത്തായി നിന്നപ്പോൾ, എൻ്റെ വാലിലാണ് നീ ചവിട്ടിയിരിക്കുന്നതെന്ന് പിറകിൽ നിന്നൊരു ഡിനോസർ കോസ്റ്റ്യൂം ധരിച്ചവൻ പറഞ്ഞു. മാസ്ക് ഊരിയപ്പോൾ കണ്ടത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിയെ, ഏലൈ. ഇത് കണ്ട് ജോഷും മറ്റുള്ളവരും ജോക്ക് അടിക്കുമ്പോൾ ഐറിസിന് ഇത് പൈങ്കിളിയായിട്ട് തോന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ ആ ഫസ്റ്റ് സൈറ്റ് മൊമെൻറ്റിൽ മനസ്സിൽ തോന്നിയ ഇനി ജീവിതം ഇവൻ്റെ കൂടിയാണ് എന്ന ചിന്തയെക്കുറിച്ച് പറഞ്ഞ് സ്നേഹം തുളുമ്പുന്നു. രാത്രി ഓട്ടോമാറ്റിക് പപ്പടം കുത്തിയ പോലുള്ള ഒരു സാധനം വെച്ച് ഷാമ്പെയിൻ ഓപ്പൺ ചെയ്യുന്ന ഈ സെർഗേ ആകട്ടെ ഒരു പ്രത്യേക ടൈപ്പാണ്. ഐറിസിന് ഇയാളോട് എന്തോ ഒരു ചെറിയ അടുപ്പക്കുറവുണ്ട്. ചിലപ്പോൾ ആദ്യം കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് തിരക്കുന്ന പാട്രിക്കിനോട് പല പരിപാടിയും ഉണ്ടെന്നും പറയുവാണെങ്കിൽ ഒരു ഡേർട്ടി ബിസിനസ് ആണെന്നൊക്കെ പറയുന്ന സെർഗയെ പറ്റി തന്നെയാണ് കാറ്റും ഐറിസിനോട് സംസാരിക്കുന്നത്. ഒരാണിന് വേണ്ട എല്ലാമുണ്ട്, പണം, ഇൻ്റലിജൻ്റ് ആണ്, ഒരു വൈഫുമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ലേ എന്നുള്ള ഐറിസിൻ്റെ ചോദ്യത്തിന് അല്ല, അതിനയാൾ ആദ്യമേ എന്നെ ഒരു മനുഷ്യനായി കാണണം, അയാൾക്ക് വേണ്ട പോലെ കഴിക്കാനും ഉടുക്കാനും മറ്റുമുള്ള ഒരു സ്ത്രീ മാത്രമാണ് ഞാനെന്ന് കാറ്റിൻ്റെ മറുപടി. കാറ്റിൻ്റെ പക്ഷേ ഐറിസിനോട് ഇഷ്ടക്കേടൊന്നുമില്ല, എന്നാൽ അവളുടെ ഐഡിയാസിനോട് കുറച്ച് എതിർപ്പുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളവരുടെ ഓരോ കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ സംഭവത്തിൻ്റെ മെയിൻ ലൈനിലേക്ക് വരുന്നത്. ഏലൈ രാത്രി ഒരു പാട്ടിട്ട് എല്ലാവരും ചൂടുവെച്ച് എൻജോയ് ചെയ്ത് രാത്രി ഐറിസും മൊത്തമുള്ള ജോഷിൻ്റെ ഷോർട്ട് റൊമാൻസ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങ ഐറിസ് എന്ന് പറഞ്ഞ ശേഷമുള്ള അടുത്ത ഒരു മനോഹര പ്രഭാതം. ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് നിൽക്കുന്ന ജോഷിനോട് ടെമ്പറേച്ചർ സഹിതം വിശദീകരിച്ച് പറഞ്ഞ ശേഷം ഐറിസ് മുമ്പ് ജോഷ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പുഴയോരത്ത് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവനാകട്ടെ കഴിഞ്ഞ രാത്രിയിലെ പരിപാടിയുടെ ഹാങ് ഓവറിലാണ്. നീ പോയിട്ട് വരാൻ പറഞ്ഞ് ഒരു കിസ്സൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട ശേഷം ജോഷ് വന്നവൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു പെൻഡ്രൈവ് അതിലേക്ക് കുത്തുന്നു. മുമ്പ് ഐറിസ് ബാഗ് അൺപാക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു USB. അങ്ങനെ ശാന്തമായ പുഴയ്ക്കടുത്ത് വന്ന് നിൽക്കുമ്പോൾ കാണാം പോക്കറ്റിൽ ഒരു കത്തിയിരിക്കുന്നു. എങ്ങനെ വന്നെന്നൊരു പിടിയുമില്ല. തൊട്ടുപിറകെ സെർഗേയും അവിടെത്തി ചെയറിലിരുന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അയാളുടെ വശപ്പിശുള്ള നോട്ടവും സംസാരവും കണ്ട് പോകാൻ ഒരുങ്ങുന്നെങ്കിലും ഇവിടം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ തിരക്കിറിഞ്ഞ് കുറച്ചു നേരം കമ്പനി തരാൻ പറഞ്ഞിട്ട് അയാൾ സൺസ്ക്രീൻ എടുത്തിട്ട് മുതുകത്തൊന്ന് പുരട്ടി കൊടുക്കാൻ പറയുവാണ്. പറ്റില്ലെന്ന് പറയാൻ അറിയില്ലാത്ത ഐറിസ് ആകട്ടെ ചെയ്ത് കൊടുക്കുന്നതും സജീവതയും മുതലെടുക്കുന്നു. കഴിഞ്ഞ രാത്രി കുടിച്ച് കൂത്താടിയതെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോഷും മറ്റുള്ളവരും ഞെട്ടി എണീക്കുന്നത് മുഖം മൊത്തം ചോരയായി നിൽക്കുന്ന ഐറിസിനെ കണ്ടിട്ട്. കാറ്റ് ഇത് കണ്ട് സെർഗേക്ക് അടുത്തേക്ക് ഓടുമ്പോൾ ജോഷ് എന്താ നടന്നതെന്ന് പിടിവിട്ട് നിൽക്കുന്ന അവളോട് ചോദിക്കുമ്പോൾ നടന്നിരിക്കുന്നത് സെർഗേ അവിടെ എത്തിയത് കാറ്റ് പറഞ്ഞിട്ടാണ്. മുതലെടുപ്പ് നടത്തിയപ്പോൾ തള്ളി മാറ്റിയത് വഴി ഒരു പാറയിൽ പോയി തലയിടിച്ച് ചോര വന്ന ദേഷ്യത്തിന് അവൻ തിരിച്ച് ഐറിസിൻ്റെ മേൽ വീണ് കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്ന സമയം ആ ഒരു നിമിഷത്തെ അബദ്ധത്തിൽ കയ്യിലെ കത്തിയെടുത്ത് കഴുത്തിലേക്ക് ഒരൊറ്റ കയറ്റ്. മരിച്ചാൽ പിന്നെ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല,
കഴുത്ത് ഞെരിച്ച് വേദനയേക്കാളും അത് വലുതാണ്. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ഐറിസ് വിറങ്ങലിച്ച് നിൽക്കുന്നതും ജോഷിൻ്റെ ഒരു വാക്ക്, ഐറിസ് ഗോ ടു സ്ലീപ്പ്. അപ്പോൾ കാണാൻ താണ്ടർ അവളുടെ കണ്ണ് ഫുൾ ബ്ലാങ്ക് ആൻഡ് വൈറ്റ്. ഒരു ചെയറിൽ അവളെ കെട്ടിയിടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മുഖത്തെ ചോരയൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. പാട്രിക്കും ജോഷും ഒക്കെ നിന്ന് പതറുവാണ്. എന്താ സംഭവിച്ചേ? അറിയില്ല, എന്തോ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. കാറ്റിൻ്റെ ആങ്സൈറ്റിക്ക് സെനാക്സ് കൊടുത്ത് മയക്കി എലെ വന്ന് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ, പോലീസിനെ വിളിക്കുക. ഒരവസാന യാത്ര പറച്ചിൽ നടത്തിക്കോട്ടെ എന്ന് ഇരുവരെയും മാറ്റി നിർത്തി ജോഷ് ഒരു ചെയറുമിട്ട് ഐറിസിൻ്റെ മുന്നിലിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ഇന്നേരം ഇത്രയും കണ്ട ഐറിസ് മനുഷ്യനല്ല, മറിച്ച് ഒരു കമ്പാനിയൻ റോബോട്ടാണ്. ഉണരു ഐറിസ് എന്നുള്ള വോയിസ് കമാൻഡിൽ കൃഷ്ണമണികൾ പ്രത്യക്ഷമാകുന്ന ഐറിസിനോട് നീ ഇമോഷണൽ സപ്പോർട്ടിനും വികാരങ്ങൾക്ക് വേണ്ടിയുമുള്ള ഒരു പങ്കാളിയായ റോബോട്ടാണെന്ന് പറയുമ്പോൾ എന്നാൽ അവൾക്കത് വിശ്വസിക്കാനേ വയ്യ. അറിയാം ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്ന്, പക്ഷേ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയും ചോദിക്കുന്നതും അറിയാതെ തന്നെ സ്വമേധയാ ടെമ്പറേച്ചറും മറ്റും വിശദീകരിക്കുന്നു. രാവിലെ പറഞ്ഞ പോലെ പോരെങ്കിലെന്ന് പറഞ്ഞ് ഉടൻ ജോഷ് ഫോൺ എടുത്ത് ക്ലിക്ക് ചെയ്യുന്നത് വഴി അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയും മാറി ഫ്രഞ്ചും ചൈനീസും ഒക്കെ ആവുന്നു. തീർത്തും കൺട്രോൾഡ് എന്ന പോലെ. ശ്രേഷ്ഠ ഭാഷയായ മലയാളം വരെ നിനക്ക് സംസാരിക്കാമെന്ന് പറയുന്നെങ്കിലും അവൾക്ക് ഈ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എംപതി റോബോട്ടിക്സ് എന്ന കമ്പനിയിൽ നിന്നും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റെന്റലിനെടുത്തതാണ് ഐറിസ് എന്ന ഈ കമ്പനിയൻ റോബോട്ടിനെ. ഇടാനുള്ള ഡ്രസ്സ് അടക്കം. ചെയ്യേണ്ടത് അതിനെ ഫോണുമായി സിങ്ക് ആക്കിയ ശേഷം ഒരു ലവ് ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക. ആ ഇമോഷണൽ ബോണ്ടിംഗ് ആണ് ഇരുവരുടെയും പെയറിംഗ്. അതുവഴി റോബോട്ടാണെന്ന് ധാരണയില്ലാതെ ബോണ്ടിങ്ങിലുള്ള ആളുടെ ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പ്രവർത്തിക്കും. കസ്റ്റമൈസബിൾ ആണ്, അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ നിറവും ശബ്ദവും എല്ലാം മാറ്റാം. എന്തിന്, ബുദ്ധി വരെ കസ്റ്റമൈസ് ചെയ്യാം. 0 മുതൽ 100% വരെയുണ്ട്. 100-ലെങ്കിൽ ഒരു രക്ഷയുമില്ല. 0-ലോ മൈൻഡ്ലെസ്സായി നിൽപ്പുള്ള ഒരു മന്ദബുദ്ധിയും. ഇവൾക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ല. പറയുന്നത് എപ്പോഴും സത്യമായിരിക്കും. ഓഫ് കോഴ്സ് മൃഗങ്ങളെയും മനുഷ്യരെയൊന്നും ഉപദ്രവിക്കാത്ത തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെവിക്ക് പിറകിലുള്ള തമ്പ് പിൻ റെക്കഗ്നിഷൻ വഴി ഒരു ഫാക്ടറി റീസെറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഐറിസിൻ്റെ കിടപ്പ്. അതാണ് തുടക്കത്തിൽ തന്നെ നിനക്ക് എന്നോട് കള്ളം പറയാൻ പറ്റില്ലെന്ന് ജോഷും ഇത് എന്ന് അഭിസംബോധന ചെയ്ത സെർഗയും ക്ലൈമറ്റ് എക്സ്പ്ലനേഷൻ വഴിയൊക്കെ ഫോർഷാഡോ ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ ഐറിസ് ഒരു റോബോട്ടാണെന്ന് അവളൊഴിച്ചയോടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഹാംലെസ് ആയ കമ്പാനിയൻ എങ്ങനെ ഒരാളെ കൊന്നു? അതുപോലെ ആ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതൊരു ഫേക്ക് ആയിരുന്നു. അന്ന് ഫോണുമായി സിങ്കായ ടൈമിൽ ലവ് ലിങ്ക് സ്ഥാപിക്കാനായി വീട്ടിലിരുന്ന് തന്നെ ജോഷിൻ്റെ പേരും ഫേഷ്യൽ റെക്കഗ്നിഷനും സ്കാൻ ചെയ്ത് മെമ്മറിയിലുണ്ടാക്കിയ ഒരു റാൻഡം ഫേക്ക് സിറ്റുവേഷൻ. സൂപ്പർ മാർക്കറ്റിലെ ആദ്യ നോട്ടത്തിലെ പ്രണയം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഐറിസിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ എനിക്ക് ദേഷ്യവും വിഷമവും എന്തിന് വേദന വരെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പ്രകടിപ്പിക്കുമ്പോൾ അതെല്ലാം വെറും പ്രോഗ്രാമിംഗ് മാത്രമാണ്. നിന്നെ റിയലായി തോന്നിക്കാനുള്ള കുറേ സെറ്റിംഗ്സ്. ശരീരത്തിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ്സ് പോലും ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെറും വെള്ളം. ക്യാറ്റ് അവിടെത്തി ജോഷ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവളെ ഷട്ട് ഡൗൺ ചെയ്യാതെ എന്ത് ചെയ്യുമെന്ന് ദേഷിക്കുന്നതും അവൻ അവളെ മാറ്റി നിർത്തി ഒരു ഫെയർവെല്ലായിരുന്നുവെന്നും പ്ലാനിന് മാറ്റമൊന്നുമില്ല, അവളെ ഷട്ട് ഡൗൺ ചെയ്ത് പോലീസ് വരുന്നവരെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തക്കത്തിന് ഐറിസ് അവിടെ കിടക്കുന്ന ആ കത്തി കണ്ട് പാടുപെട്ടത് എടുക്കാൻ ശ്രമിക്കുന്നു. ഈ ജോഷിൻ്റെയും ക്യാറ്റിൻ്റെയും കാര്യത്തിലും വേറെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. അവർ ഇത് പ്ലാൻ വർക്കൗട്ടായി എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് തിരിച്ച് ഐറിസിനടുത്തേക്ക് വരുമ്പോൾ അവൾ അവിടെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അടുത്തേക്ക് ചെല്ലുന്നതും കയർ മുറിച്ച് അവൻ്റെ കൊങ്ങയ്ക്ക് ഒരു ഒറ്റയിടി. അവൻ താഴെയുടെ ശ്വാസം മുട്ടുന്ന തക്കത്തിന് വീണ് കിടക്കുന്ന ഫോണും എടുത്ത് പേടിച്ച് നിൽക്കുന്ന ക്യാറ്റിനോട് ജോഷിൻ്റെ ശ്വാസം മുട്ടലിന് വേണ്ട പ്രിക്കോഷൻസ് പറഞ്ഞു കൊടുത്ത് അവിടുന്ന് സ്ഥലം കാലിയാക്കുന്നു. ഇതൊന്നും അറിയാതെ രണ്ടവന്മാർ പുറത്തിരുന്ന് വേറെ പരിപാടിയും. ആ പെൻഡ്രൈവ് അതൊരു മോഡായിരുന്നു, ഒരു ക്രാക്കർ. അത് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാമിങ്ങിലേക്ക് ഐറിസിന് ആക്സസ് കൊടുത്തു. അങ്ങനെ അഗ്രഷനും സെൽഫ് ഡിഫെൻസും പ്രോഗ്രാമിങ്ങും ആക്സസ് ചെയ്യാൻ അൺലോക്ക് ചെയ്തതോടെ ഇപ്പോൾ സെർഗയെയും കൊന്നിരിക്കുന്നു. വീടിനകത്ത് സെർഗയുടെ ഒരു മുട്ടൻ ലോക്കറുണ്ട്. അതിലാണ് കയ്യും കണക്കുമില്ലാത്ത ക്യാഷും കോടികൾ. അത് മുക്കാനുള്ള ജോഷിൻ്റെയും സെർഗയെ വെറുക്കുന്ന ഗേൾഫ്രണ്ടായ കാറ്റിൻ്റെയും പ്ലാനിൽ അവൻ ഐറിസിനെ മോഡ് ചെയ്ത് കത്തിയും വെച്ച് പുഴയ്ക്കടുത്തേക്ക് വിട്ടും കാറ്റ് സെർഗയെ അവളുടെ അടുത്തേക്ക് തള്ളിവിട്ടും തന്ത്രം വിജയിച്ചപ്പോൾ അതിലറിയാതെ ആണെങ്കിലും ഇൻവോൾവായ അവരുടെ സുഹൃത്ത് ഏലയോട് ഒരു വിഹിതം നിങ്ങൾക്കുമുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ഇപ്പോൾ അത്യാവശ്യമായും ഐറിസിനെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. കാരണം റീസെറ്റ് ആവാതെയാണ് അവൾ പോയിരിക്കുന്നത്. എംപതിക്സ് കമ്പനി അവളെ കണ്ടുപിടിച്ച് ടാമ്പർ ചെയ്തറിഞ്ഞ പിന്നെ അവിടെ തീർന്നല്ല. എന്നാൽ ഇപ്പോൾ ഏലയിൽ നിൽക്കുന്നത് 4 വീതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാട്രിക്കിനെ കൂട്ടാൻ പറ്റില്ലെന്ന് ജോഷ് കൈയൊഴിഞ്ഞ് നിൽക്കുന്നതും ദാണ്ട് അടുത്ത ട്വിസ്റ്റ്. ഏലൈ പാട്രിക്കിനെ നോക്കി ഉറങ്ങാൻ പറഞ്ഞിട്ട് വാദിക്കുവാണ്. അപ്പോൾ പാട്രിക്കും ഏലയുടെ ഒരു കമ്പാനിയൻ റോബോട്ടായിരുന്നു എന്ന് റിവീൽ ആവുന്നതിന് പിറകെ അവരൊരു ഡീലിലെത്തി അവളെ കണ്ടുപിടിക്കാൻ ഏലൈ തോക്കെടുക്കുന്ന നേരം അത് വേണ്ട, അവളുടെ മുന്നിലെത്തിപ്പെട്ട ഉറങ്ങുന്ന കമാൻഡ് ചെയ്ത എല്ലാം ശരിയാവുമെന്ന് പറയുന്ന ജോഷിന് പെട്ടെന്നൊരു ഞെട്ടൽ. ഫോൺ അവളുടെ കയ്യിലാണ്. അതിൻ്റെ പാസ്വേഡ്, തൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് കൃത്യമായി അറിയാം. തോക്കുമെടുത്ത് എന്തോ പറയാൻ വന്ന പാട്രിക്കിനെ ഉണർത്തി ഐറിസിനെ തേടി ഇറങ്ങുമ്പോൾ ഐറിസ് ഇന്നേരം ഡിവൈസ് കൺട്രോൾ കയറി ആദ്യം തന്നെ വോയിസ് കമാൻഡ് ഡിസേബിൾ ചെയ്യുന്നു. കണ്ണിൻ്റെ കളർ ചേഞ്ചിങ്ങും വോയിസ് മോഡുലേഷൻ മാറ്റുന്നതൊക്കെ നോക്കി എത്തുന്നത് ഇൻ്റലിജൻസ് ഓപ്ഷനിൽ. ജോഷ് അവൾക്കിട്ടിരിക്കുന്നത് 40% ഇൻ്റലിജൻസും. ഇത് കണ്ട വിരൽ വെച്ച് 100-ലേക്ക് ഒരു ഒറ്റ പിടി. പിന്നല്ല, ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. ജോഷ് കേറ്റുമായും ഗേ കപ്പിൾസ് ഒന്നായും സ്പ്ലിറ്റായി തെരയുമ്പോൾ പുതിയ ബുദ്ധിയിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് കൺമണി. വീട്ടിലെത്തിയ തുണിയും പടമൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയായി സെറ്റാവാം. അതിനിപ്പോൾ റോഡിലെത്തി ലിഫ്റ്റ് ചോദിച്ചാൽ ഈ അവസ്ഥയിൽ കണ്ട അവർ വന്നതിൽ സ്പീഡ് കൂട്ടി എസ്കേപ്പ് ആവും.
നടന്ന വീട്ടിലെത്താനാണെ 100ഓളം മൈലുകളുണ്ട്. അത്രയും ദിവസം എടുത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും ജോഷ് എന്തായാലും അവിടെ തയ്യാറായി നിൽക്കുമായിരിക്കും. അപ്പോൾ അതും വേണ്ട. ഒടുവിൽ തന്നെ പോലെ തന്നെ തൻ്റെ കാറിനെയും കൺട്രോൾ ചെയ്യുന്ന ജോഷിൻ്റെ ഫോണുമായി കാറിനടുത്തേക്ക് എത്താമെന്ന് നടക്കുമ്പോൾ ഏലയും പാട്രിക്കും നടന്നു വരുന്നത് കണ്ട് വിളിക്കുന്നു. നിന്റെ പ്രോഗ്രാമിനെ ആൾട്ടർ ചെയ്ത് ഞാൻ കോടികൾക്ക് വേണ്ടി ഒരു കൊലയ്ക്ക് പ്ലാൻ ചെയ്താൽ തീർച്ചയായും അത് തുടക്കത്തിൽ തന്നെ സുഹൃത്തായ ജോഷിനോട് പറഞ്ഞിരിക്കും. അല്ലാതെ അവസാന നിമിഷം ഉപയോഗിക്കുമായിരുന്നെന്ന് പറയില്ല. പക്ഷേ എന്തായാലും ജോഷി ചെയ്തത് വളരെ മോശമാണെന്ന് പാട്രിക്കിന് മുമ്പിൽ ജോഷിനോടുള്ള അമർഷം പ്രകടിപ്പിക്കുകയാണ് ഏലൈ. അത് പക്ഷേ നീ റോബോട്ടായിരുന്നെങ്കിൽ മാത്രമാണ് കേട്ടോ എന്നൊരു ടൈലൻറ്റും. പാട്രിക്കിനെ റോബോട്ടാണെന്ന് അറിയിക്കാതായിരിക്കുമല്ലോ തീർച്ചയായും ഏലൈ കൊണ്ട് കിടക്കുന്നത്. മറന്നു നിൽക്കുന്ന ഐറിസ് തന്നെ കരുവാക്കിയതായി തിരിച്ചറിയുമ്പോൾ ഒരു റോബോട്ടാണെന്ന് താൻ നേരത്തെ കണ്ടുപിടിച്ചതായിരുന്നുവെന്നും മറച്ചു വയ്ക്കേണ്ടതില്ലെന്നും വിഷമത്തോടെ പാട്രിക്കും. ഇത് കേട്ട ഷോക്കിൽ അപ്പോൾ നീ ഇന്നലെ രാത്രി കൂടെ നമ്മുടെ ഫസ്റ്റ് മീറ്റിനെ കുറിച്ച് പറഞ്ഞുവന്ന ഏലയും. അത് നടന്നിട്ടില്ലെങ്കിലും എൻ്റെ മെമ്മറിയിൽ അത് കണ്ണടച്ചാൽ കാണാവുന്നത്ര വ്യക്തമായുണ്ട്. ആ സാഹചര്യവും ആദ്യ നോക്കും എല്ലാം. ഏല ഇത് കേട്ടപാടെ ഇമോഷണലായി നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്നും ഏറെ സ്നേഹിക്കുന്നുവെന്നും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പരിഭവിക്കുമ്പോൾ പാട്രിക്കിൻ്റെ വാചകം എൻ്റെ സ്നേഹം ശരീരത്തിനുള്ള ആൾ കത്തുന്ന തീ പോലെ പ്രകാശമുള്ളതാണെന്ന് പറഞ്ഞ് ഇരുവരും കിസ് ചെയ്യവേ ഐറിസിൻ്റെ കയ്യിലെ ഫോൺ വൈബ്രേറ്റ് ആവുന്ന സൗണ്ട് കേട്ട് തോക്കുചൂണ്ടി മുമ്പിലേക്ക് വരാൻ പറയുന്നതും ഐറിസ് അവിടെ നിന്ന് തകർത്തോടുന്നു. പിറകെത്തി ഏലൈ അവളെ പിടിക്കുന്നതും രണ്ടുപേരും തറയിലേക്ക് വീഴുന്ന വഴിക്ക് തോക്ക് അയാളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. തോക്ക് ചാടിയെടുക്കാൻ നോക്കുന്ന ഐറിസുമായുള്ള ബലപ്രയോഗത്തിൽ ഇതോടെ അറിയാതെയാണെങ്കിലും ഇപ്പോൾ മരണം രണ്ടായിരിക്കുന്നു. വെടിവെച്ച് കേട്ട് ഓടിയെത്തുന്ന ജോഷ് ഉറങ്ങാൻ പറയുന്ന മൈൻഡ് പോലും ചെയ്യാതെ ഓടുന്നത് കണ്ട് കൺട്രോളെല്ലാം ഡിസേബിൾഡ് ചെയ്തെന്ന് മനസ്സിലാക്കി പിറകെ ഓടുമ്പോൾ അവൾ വീടിനടുത്തെത്തി കാറിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുമ്പോഴാകട്ടെ വോയിസ് തെറ്റാണ്. ജോഷിൻ്റെ വോയിസാണ് കാറിൻ്റെ മാനുവൽ ഡ്രൈവിന് പോലും സ്റ്റാർട്ടാവാൻ വേണ്ടത്. ഡോർ അടയ്ക്കവേ കൈയിടയിൽപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ജോഷ് നിനക്ക് വേറെ വഴിയില്ലെന്നും ഇറങ്ങി വരാൻ പറയുന്ന കേട്ട് ഐറിസിൻ്റെ ഇൻ്റലിജൻസിൽ വരുന്നത് മറ്റൊന്ന്. അവൾ സൗണ്ട് മോഡുലേഷൻ എടുത്ത് പിച്ചും ടോണുമെല്ലാം മാറ്റി ഡ്രൈവ് എന്ന് പറയുന്നത് കാണുന്ന ജോഷ് കയ്യിന്ന് പോയെന്ന് മനസ്സിലാക്കി ഓടിച്ചെന്നൊരു പാറക്കല്ലെടുത്ത് ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വോയിസ് കറക്റ്റായി വന്ന് വണ്ടി ചലിക്കുന്നതും ജോഷിൻ്റെ കാലിലൂടെ വീല് കടക്കുന്നതും ഒരുമിച്ച്. രക്ഷപ്പെട്ടെന്ന് ഐറിസ് ആശ്വസിക്കുന്നതും അടുത്ത പ്രശ്നം. വണ്ടി മോഷണം പോയി ഓണർ അറിയിച്ചതിനാൽ എല്ലാ സിസ്റ്റവും ഡിസേബിൾഡ് ആവുകയാണ്. ജോഷ് ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവനോടിപ്പോയി സെർഗയുടെ ഫോൺ നോക്കിയെടുത്തു. അതിൻ്റെ പാസ്കോഡ് മുമ്പ് ലോക്ക് അടിക്കാൻ ക്യാറ്റ് ഉപയോഗിച്ച അതേ നമ്പറായിരിക്കുമെന്ന് അടിച്ചു നോക്കി ഓപ്പണായി വണ്ടി മോഷ്ടിക്കപ്പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം വിളിക്കുന്നത് ഐറിസിനെ. വണ്ടിയിൽ പെട്ടിരിക്കുന്ന അവളോട് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ഇതൊന്നും, എനിക്കിഷ്ടം തന്നെയാണ് നിന്നെ. കൊല രണ്ടും പാട്രിക്കിൻ്റെ തലയിൽ വെച്ച് എംപതിക്സിന് കൈമാറാമെന്നൊക്കെയുള്ള അവൻ്റെ വാക്കുകളിൽ അവൾ വീഴുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. 100% ഇൻ്റലിജൻസ്. ആൾട്ടർ ചെയ്യിപ്പിച്ച് ഒരാളെ കൊല്ലിച്ച് ചെയ്തതിനെപ്പറ്റി മനസ്സിലാക്കി ഇനി ഒരുമിക്കാൻ പറ്റില്ല, നമ്മളിനി ഒന്നല്ല എന്ന് ഐറിസ് പറയുമ്പോൾ താങ്ങാനാവാത്ത സങ്കടത്തിലാണ് പാട്രിക്. ഏലയെ മടിയിൽ വെച്ചിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ജോഷ് എത്രയും പെട്ടെന്ന് ഐറിസിനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നതിലും അവൻ അനക്കമില്ല. സങ്കടക്കടലിൽ ഏലയുടെ ഫോണെടുത്ത് ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി ഓപ്പൺ ചെയ്ത് പെൻഡ്രൈവ് കുത്തി ക്രാക്കാക്കി അഗ്രഷൻ 100% ആക്കുന്നെങ്കിലും അവനൊരു അനക്കവുമില്ല. കണ്ണടഞ്ഞ ഏലയുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഉപയോഗിച്ച് ഫോൺ തുറന്നതിൽ എന്തോ ഒരു പാളിച്ച പോലെ. ജോഷ് എന്തായാലും ഏലയുടെ വിരലെടുത്ത് പാട്രിക്കിൻ്റെ ചെവിയുടെ പിറകെ തുടിപ്പിക്കുന്നതോടെ അവൻ റീസെറ്റായി ഓൾറെഡി ഫോണുമായി സിങ്കിലുള്ളതുകൊണ്ട് ലവ് ലിങ്കിന് മുമ്പിൽ വന്ന് നിൽക്കാൻ പറയുന്നു. ജോഷ് മുന്നിൽ വന്ന് നിൽക്കുന്നതോടെ ആ ഫസ്റ്റ് സൈറ്റിൽ ഇപ്പോൾ ഏലയുടെ സ്ഥാനത്ത് അവൻ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഖം കണ്ട് പാട്രിക്ക് അവനൊപ്പം ഡാൻസ് കളിക്കുന്ന മൊമെൻ്റൊക്കെ സേവ് ആക്കുന്നവരെ വെയിറ്റ് ചെയ്യുമല്ലാതെ വേറെ വഴിയില്ല. സക്സസ് ആയതോടെ എത്രയും വേഗം ഐറിസിനെ ഉറക്കിക്കൊണ്ടുവരാൻ ഫോണിൻ്റെ പാസ്കോഡ് അടക്കം തള്ളിവിടുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അവൻ്റെ അഗ്രഷൻ മോഡ് മാർക്കോ ആണ്. ഐറിസ് ഇന്നേരം ഗ്ലാസ് തകർത്ത് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് പോലീസിനെ. സെർഗയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സംശയം തോന്നി നിർത്തി കോപ്പിനിറങ്ങി വരുമ്പോൾ ഐറിസ് ഡോയ്ച്ചയായി കഴിഞ്ഞിരിക്കുന്നു. അവൾ ഫോണിൽ ഭാഷ മാറ്റി ജർമ്മൻ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊപ്പിക്കാരന് ഒരു പിടിയുമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കുന്നെങ്കിലും അവൾ തിരിച്ച് ജർമ്മനിൽ തന്നെയാണ് മറുപടി. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ എൻ്റെ ഭാഷ ഇപ്പോൾ ജർമ്മനായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം എനിക്ക് കള്ളം പറയാൻ പറ്റില്ല എന്നൊക്കെ മുഖം നോക്കി പറയുന്നതിലും അയാൾക്കൊന്നും മനസ്സിലാവാതെ നിന്ന് ഒടുവിൽ സെർഗയെ കൊന്ന കാര്യങ്ങൾ വരെ വളരെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ജർമ്മനിയിൽ പറയുന്നുവെങ്കിലും അയാൾ തലചൊറിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ചോരക്കറയുള്ള കത്തി കാണുന്നതോടെ തോക്കു ചൂണ്ടി ഫ്രീസ് ചെയ്യിക്കുന്നു. പക്ഷേ നല്ല കട്ടിച്ചോരുള്ള ഐറിസിൻ്റെ ഡ്രസ്സ് ഏലയുമൊത്തുള്ള ആ ഒരു ഒറ്റ വീഴ്ചയിൽ ഫുൾ ബ്ലാക്ക് ആയതിലും എന്തോ ഒരു ലോജിക്കില്ലായ്മ തോന്നുന്നുണ്ടെങ്കിലും നെവർ മൈൻഡ്. പോലീസ് അവളെ ലോക്ക് ചെയ്യുന്ന സമയം തന്നെ പാട്രിക് അവിടെത്തി പോലീസിനെ മോന്ത ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഇടിച്ച് ലിറ്ററലി കുളമാക്കിയിട്ട് ഫോൺ എടുത്ത് ലോക്ക് അടിക്കുന്നതോടെ ഐറിസ് വീണ്ടും ലോക്ക്ഡ്. അവളെയും പോലീസിനെ ഡിക്കിയിലിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ മറ്റിരുവരും അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പോലീസിൻ്റെ ഇടിച്ചു പൊളിച്ച മോന്ത കാണുമ്പോഴാണ് മുമ്പ് ജോഷിന് അഗ്രഷൻ 100 ഓർമ്മ വരുന്നത് തന്നെ. കൊന്നതൊരു പോലീസിനെയാണെന്നും ഇനി ഇവിടെ നിന്നാൽ അടപടലം മുങ്ങിപ്പോത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് കെയ്റ്റ് ട്രോളി ബാഗും എടുത്ത് പോകാനൊരുങ്ങി പണക്കെട്ടൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ എന്നാൽ അവിടേക്ക് ഞൊണ്ടി വരുന്ന ജോഷിന് തന്നെ മൊത്തത്തിൽ കുറ്റക്കാരനാക്കുകയാണെന്നുള്ള ചോദ്യവും. ക്യാഷിൻ്റെ പാതി എടുത്ത് പോകാനായിരുന്നു ക്യാറ്റിനോട് നിൽക്കാൻ പറയുന്നെങ്കിലും അവൾ ഞാൻ നിന്റെ റോബോട്ടല്ല എന്ന് പറഞ്ഞു പോകുന്നു. പാട്രിക്കിനോട് ക്യാറ്റിനെ നിർത്താനുള്ള ജോഷിൻ്റെ കമാൻഡ് കേട്ട് ഹൈ അഗ്രഷനുള്ള അവനാകട്ടെ ചെന്ന് മുതുക് നോക്കി കത്തിക്കൊരു ഒറ്റ കുത്ത്. ഡേയ് നീ എന്തായി കാണിച്ചേ എന്ന് ജോഷിൻ്റെ ചോദ്യത്തിന് അവൻ്റെ മറുപടി നിർത്താൻ പറഞ്ഞു, നിർത്തി. ഒറ്റെഴുത്തിനും ഇനി മിണ്ടിപ്പോരുന്ന് ഷൗട്ട് ചെയ്ത് സോഫയിൽ പോയിരിക്കുന്ന ക്യാറ്റിൻ്റെ അവസാന നിമിഷങ്ങൾ. ശേഷം കഴിച്ച രാത്രിയിൽ
പാട്രിക് ആഹാരം തയ്യാറാക്കുമ്പോൾ ഡിന്നർ ടേബിളിലിരിക്കുന്ന ജോഷ് വൃത്തിയാക്കി ചെയറിൽ ഹാൻഡ് കഫ് ഇട്ടിരുത്തിയിട്ടുള്ള ഐറിസിനെ ഉണരാൻ കമാൻഡ് ചെയ്ത് എണീക്കുന്നതും അവളുടെ ജർമ്മൻ തെരുവിളി മാറ്റി ഡീഫോൾട്ടിലിട്ട് അത് കേട്ട ശേഷം ഏലയുടെയും സെർഗിയുടെയും കാറ്റിന്റെയും ഒക്കെ മരണത്തിന് കാരണം നീയാണെന്ന് പറയുമ്പോൾ കാറ്റ് മരണപ്പെട്ടത് അറിയുന്ന അവൾ ഈ ട്രിപ്പ് അടക്കം ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരുടെയും പ്ലാൻ അല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലായെന്ന് അതിശയിക്കുന്ന ജോഷിനോട് ഏലയും പാട്രിക്കും തമ്മിലുള്ള സംസാരത്തിലൂടെയെന്ന് ഐറിസും. എങ്ങനെയാണെന്നറിയത്തില്ലെങ്കിലും പാട്രിക് ഇപ്പോൾ ജോഷിന്റെ കൺട്രോളിലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ സകല ഇഷ്ടാനിഷ്ടങ്ങളും എനിക്കറിയാമെന്നും കുറവുകളും പേടിയുമുള്ള നിങ്ങൾക്ക് ഈ പണം ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് അവൾ പറയുന്നത് കേട്ട് നല്ല സാമർത്ഥ്യമാണ് നിനക്ക്, പക്ഷെ എല്ലാം വെറും പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇന്റലിജൻസ് നോഡിൽ നിന്നും നേരെ പൂജ്യത്തിലേക്ക്. ഇനി ആരെ പോലെ ആയിരിക്കും എന്ന് പറയണ്ടല്ലോ. ഇനി എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന മൈൻഡ്ലെസ് ഐറിസിനോട് മുമ്പ് നിനക്ക് വേദനയുണ്ടാവുമെന്നല്ലേ പറഞ്ഞത്, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ പറഞ്ഞിട്ട് കീഴിലേക്കൊരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു. പൊള്ളലേൽക്കുന്ന ബുദ്ധിമുട്ട് അവളിൽ പ്രകടമാണ്. ഈ സമയത്ത് ജോഷിന് വരുന്ന കോള് എംപതിക്സിൽ നിന്നാണ്. അവരെ റോബോട്ട് വരുത്തിയ നഷ്ടത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ എത്താറായതെ മനസ്സിലാക്കുന്നതോടെ അവൻ ഇന്നേരം തീ കത്തി പ്ലാസ്റ്റിക് എല്ലാം ഉരുകി തുടങ്ങിയ ഐറിസിന്റെ കയ്യിൽ പാട്രിക്കിനെ കൊണ്ട് വെള്ളമൊഴിച്ച് തവിച്ചിട്ട് ഒരു തോക്കെടുത്ത് കൊടുപ്പിക്കുന്നു. എന്നിട്ടത് നേരെ തലയിലേക്ക് ചൂണ്ടാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഏതെങ്കിലും രീതിയിൽ നടന്നതിനെക്കുറിച്ച് വരുന്നവരോട് പറഞ്ഞാൽ പിന്നെ അപകടമാണ്. എല്ലാം പറയുന്നപടി ചെയ്യുന്ന ഐറിസ് ആകട്ടെ ട്രിഗർ പുൾ ചെയ്യാൻ പറയുന്നത് കേട്ട് വ്യഗ്രതയോടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണേലും വെടിയെ തുറക്കുന്നു. അവളുടെ തലയ്ക്കുള്ളിലൂടെ കയറി ചലനമറ്റ് വീഴുന്നു. തുടക്കം തൊട്ടേ ഐറിസ് യുക്തിവിരുദ്ധമായിരുന്നു. അവൾ എന്നെ വിലങ്ങിട്ട് കുറേ ഫിലോസഫി പറഞ്ഞ് തോക്ക് ചൂണ്ടി നിൽക്കവേ ഭാഗ്യത്തിന് പോലീസ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. എംപതിക്സിൽ നിന്നെത്തിയവരോട് ജോഷിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ. പോലീസായി നിൽക്കുന്നത് പാട്രിക്കും. ഓ, ആ സമയത്താണോ താങ്കൾ ഐറിസിനെ വെടിവെച്ചെന്ന് പാട്രിക്കിനോട് വന്നയാൾ ചോദിക്കുമ്പോളാകട്ടെ അല്ല, അവൾ സ്വയം വെടിവെച്ചതായിരുന്നുവെന്ന് അവനും. സത്യം മാത്രമല്ലേ പറയുള്ളൂ, അതാണ്. ജോഷ് അത് ഡീൽ ചെയ്ത് പോലീസിനെ കണ്ട് പേടിച്ചിട്ടായിരിക്കാം, പക്ഷെ അങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞ് അധികമൊന്നും പാട്രിക്കുമായി സംസാരിപ്പിക്കാൻ നിൽക്കാതെ പറഞ്ഞു വിടാനൊരുങ്ങുമ്പോൾ ഇനിയുള്ള നടപടികളെക്കുറിച്ച് പറയുന്നത് കേട്ട് ഞെട്ടൽ. നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെവിടെ ലാബിലെത്തിച്ച് SSD ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് ഫൂട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അതെന്ത് ഫൂട്ടേജ്? അത് ഒരു ഫ്രോഡ് പ്രിവെൻഷൻ സംഭവമാണ്. ക്യാമ്പേരിയൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം റെക്കോർഡ് ചെയ്യും. അത് യൂസർ അഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോഷിനാകട്ടെ ഉള്ളിൽ വെപ്രാളം കയറുന്നു. മദർ ബോർഡും CPU ഒക്കെ തലയിലായിരിക്കുമെന്ന് കരുതിയാണ് അവളെ കൊണ്ട് തലയിൽ വെടിവെപ്പിച്ചത്. എന്നാൽ അവിടെ ഉള്ളത് സെൻസറും വൈഫൈ ആൻറ്റിനയും ഒക്കെയാണ്. എല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതും CPU എല്ലാം വയറിൻ്റെ സ്ഥാനത്തും. അതിനൊരു കുഴപ്പവുമില്ലാത്തതുകൊണ്ട് വാനിൽ കയറ്റി സെറ്റിംഗ്സ് ഒക്കെ മാറ്റി നോക്കി റീബൂട്ട് ചെയ്യുന്നതോടെ ഇവക്ക് വീണ്ടും പവർ വരുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ജോഷിന് ആകെ ടെൻഷൻ. ജോലിക്കാർക്ക് അവന് തന്നെ ടാമ്പർ ചെയ്തിട്ടുണ്ടായിരിക്കാമെന്ന് നല്ല സംശയമുണ്ട്. വണ്ടി കയറി തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ഇരുവരുടെയും മുന്നിൽ പാട്രിക്ക് വന്ന് നിൽക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ജോഷിന്റെ നിർദ്ദേശപ്രകാരം ഒരുത്തന്നെ വെടിവെക്കുന്നത് കണ്ട് മറ്റോ വെപ്രാളത്തിൽ ഓടിപ്പോകുന്നതിന് പിറകെ പോകുമ്പോൾ വാനിനുള്ളിൽ റീബൂട്ടിംഗ് നടക്കുവാണ്. അവൾ വീണ്ടും ഉണർന്നിരിക്കുന്നു. കാട്ടിനുള്ളിൽ അവനെ കെട്ടി വെടിവെക്കാൻ നോക്കുമ്പോൾ തോക്കിലുണ്ട കാലി. അവനെ പിടിച്ച് ഞെരിക്കുന്ന സമയം അവിടേക്ക് ഷോക്ക് സ്റ്റിക്കുമായി എത്തുന്ന ഐറിസിനെ കണ്ട് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതോടെ ഇതിന് മാത്രം എന്താണ് ജോഷ് നിന്നെ പറഞ്ഞു ധരിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. അവൻ പറഞ്ഞിരിക്കുന്നത് ഇരുവരുടെ സ്നേഹത്തെ തകർക്കാൻ എത്തിയിട്ടുള്ളതാണ് ഐറിസ് എന്നാണ്. സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവൻ നിൽക്കുമ്പോൾ എന്നാൽ ജോഷ് നിന്നെ ഉപയോഗിക്കുവാണ്, മുൻപ് എന്നെ ഉപയോഗിച്ച പോലെ എന്ന് പറയുന്നത് വകവയ്ക്കാതെ സ്റ്റിക്കുമായി അടുക്കുന്ന പാട്രിക്കിനോട് അവൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. മുമ്പ് പാട്രിക് ഏലയോട് പറഞ്ഞത് ശരീരത്തിലെ തീ പോലെ ചൂടും പ്രകാശവും ഉള്ളതാണ് സ്നേഹമെന്നും നീ അത് ഏലയോട് പറഞ്ഞതാണ്. അയാളെ കൊന്നിട്ട് നിന്നെ ഉപയോഗിച്ചതാണെന്നും ഏലയും നിന്നെ വളരെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതും പാട്രിക്കിന്റെ മെമ്മറിയിൽ എന്തൊക്കെയോ സ്പാർക്ക് തോന്നിയിട്ട് ഏലയുടെ പല മൊമെന്റ്സും റീറ്റെയിൻ ആവുകയാണ്. ഏലയുടെ മരണം വരെ കാണുന്നതോടെ ആ ഗിൽട്ടിൽ പാട്രിക് ആ സ്റ്റിക്ക് എടുത്ത് വായിലേക്ക് വെക്കുന്നതോടെ ഷോക്കടിച്ച് ഫുൾ ബ്ലാങ്ക് ആവുന്നു. രക്ഷപ്പെട്ടു കിടക്കുന്ന ജോലിക്കാരൻ ഇതിന് നന്ദി പറയുന്നത് കേട്ട് എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണമെന്ന് പറഞ്ഞു പോകുമ്പോൾ ജോഷ് പണമെല്ലാം എടുത്തു വെച്ച് എസ്കേപ്പിനുള്ള പരിപാടിയാണ്. ആരോ അകത്തേക്ക് കയറി വരുന്ന ശബ്ദം കേട്ട് എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ തീർത്തെന്നുള്ള പാട്രിക്കിന്റെ ശബ്ദത്തിലുള്ള മറുപടി. നമുക്കുടനെ ഇവിടുന്ന് തെറിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ജോഷ് കാണുന്നാവട്ടെ ഐറിസിനെ. അവൾ സൗണ്ട് മോഡുലേഷനിൽ പാട്രിക്കിന്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ഇനി ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും സംസാരിക്കാം. കാരണം രക്ഷിച്ച ആ ഒരു എംപ്ലോയി അവൾക്കിപ്പോൾ ടോട്ടൽ സെൽഫ് കൺട്രോൾ ആക്സസ് കൊടുത്തിരിക്കുന്നു. ഫോണിൽ പോലും ഇനി വർക്കാകില്ല. എല്ലാറ്റിനും കാരണം തലയിലൂടെ വെടിയുണ്ടി ഇറങ്ങിയതാണെന്നും അതിന് നന്ദിയുണ്ടെന്നും പറഞ്ഞ് കയ്യിൽ തോക്കുമായി നിൽക്കുന്നത് കാണുന്ന ജോഷിന് ദേഷ്യം കൊണ്ട് ജ്വലിക്കുമ്പോൾ അവൾ തോക്കെടുത്ത് വെടിയുതിർക്കുന്നതും അത് വീണ്ടും ഫുൾ ഓർഡറാണെന്ന് മനസ്സിലാക്കി നിനക്ക് എന്താ വേണ്ടിയെന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ അവൾക്ക് അവൻ്റെ മുഖം നോക്കി പറയണമായിരുന്നു, നീ കൺട്രോൾ ചെയ്ത സമയമെല്ലാം കഴിഞ്ഞു, ഇനി എന്നെ നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണ്, നീ ഒന്നുമല്ല എന്ന് പറയുന്ന കേട്ട് പതിയെ അടുത്തേക്ക് വന്ന ജോഷ് തോക്ക് പിടിച്ച് നെഞ്ചത്തേക്ക് വെച്ചിട്ട് നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇമോഷണൽ സപ്പോർട്ടുള്ള കമ്പാനിയൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഫീലിംഗ്സ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രോഗ്രാമിംഗ് ആണ്. ജോഷ് അടുത്തു വന്ന് അങ്ങനെ നിന്ന് തലയിൽ പിടിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞൊടിയിടയിൽ അവളെ തള്ളി വീഴ്ത്തി തോക്ക് കൈക്കലാക്കുന്നു. എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ പകുതിയാണെന്ന് പറഞ്ഞ് അവളെ പിടിച്ചും വലിച്ചും പലതവണ എറിഞ്ഞും തലയിട്ടടുപ്പിച്ചും ഒക്കെ തളർത്തുന്നു. വേദന പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായി കിടക്കുന്ന ഐറിസിനോട് നീ എൻ്റെ എല്ലാമാണെന്നും എല്ലാത്തിനും നന്ദിയുണ്ടെന്നും പറഞ്ഞ് തോക്ക് ചൂണ്ടുന്നു.
ഇനിയൊരു അബദ്ധം പറ്റില്ലെന്ന് പറഞ്ഞ് വയറ്റിലേക്ക് തോക്ക് വെച്ച് നിന്റെ ഓർമ്മകൾ എന്നിൽ എപ്പോഴും ഉണ്ടാവുമെന്നും നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു സെക്കൻഡ് ഒന്ന് സൈലന്റ് ആയിട്ട് ഗോ ടു സ്ലീപ് ജോഷ് എന്ന് പറയുന്ന അടുത്ത ക്ഷണത്തിൽ തലയിൽ ഒരൊറ്റ കുത്ത്. മുമ്പ് സെർഗി ഷാമ്പയിന് തുറക്കാൻ ഉപയോഗിച്ച ആ കൂർത്ത കമ്പി അവന്റെ തലയിലേക്ക് തുളച്ചു കയറി ഇറങ്ങുന്നതോടെ ജോഷിന്റെ അധ്യായവും അവസാനിക്കുവാണ് AI റോബോട്ടിന്റെ കയ്യാൽ. ചുരുക്കം പറഞ്ഞ നടന്ന 6 കൊലകൾക്കും പിന്നിൽ ഈ 2 AI റോബോട്ടുകളാണ്. അങ്ങനെ ടോട്ടൽ സെൽഫ് കൺട്രോൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഐറിസ് കടക്കുമ്പോൾ അവൾ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കാൻ നിലവിലുള്ള ഏക മാർഗം ആ കൈയാണ്. ഇനി ഭാവിയിലെ ലോകം മനുഷ്യരെ പോലെ തന്നെ വികാരമുള്ളതും എന്നാൽ അതിലേറെ അപകടകാരികളുമായ AI റോബോട്ടുകളും മറ്റുള്ളതാണെന്നുള്ള ആ ഒരു ടീസിങ്ങിലൂടെ കമ്പാനിയൻ എന്ന ഈ ഇൻട്രസ്റ്റിംഗ് ത്രില്ലറിന് ഒടുക്കമാവുമ്പോൾ നിങ്ങൾക്കിതിലുണ്ടായ കൊച്ചു കൊച്ചു ലോജിക്കൽ മിസ്റ്റേക്സും ഫോർ ഷാഡോയിങ്ങും ഒക്കെ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുമായി കാത്തിരുന്ന് കാണാം.